എന്താടോ ഇരിക്കുന്നോ? എന്താ വിഷ്ണു, കാര്യം പറയൂ. പറയട്ടെ. എന്താന്നറിയാതെ പറയട്ടെ പറയട്ടെ എന്ന് ചോദിച്ചാ എന്തായാലും ഞാൻ പറയാൻ പോവാ. അതായത് ഞാൻ എന്റെ അമ്മയുടെ 4ാമത്തെ മകനാണ്. ബാക്കി 3 പേരും പ്രസവിച്ച ഉടനെ മരിച്ചുപോയി. അപ്പൊ ഒരു വലിയ കണിയാനെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോ അമ്മയുടെ ദേഹത്തൊരു ബാധ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബാധയെ ഒഴിവാക്കാൻ വേണ്ടി പിന്നെ കാലത്ത് അമ്മ ദിവസം കുളിച്ച് ഈറനുടുത്ത് ഒരു ദേവീ ക്ഷേത്രത്തിൽ പോയി ശയന പ്രദക്ഷിണം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉണ്ടായത്. അല്ല, അങ്കിളിന് അറിയാമല്ലോ അല്ലേ? അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട്. അതുകൊണ്ടാ. അതായത് അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ ഭാര്യയ്ക്കും ഈ ബാധ കയറും, അതുകൊണ്ട് നീ അവളെ കൊണ്ടും ശയനപ്രദക്ഷിണം നടത്തിക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞ് ചാപിള്ളയായി പോകുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും ഡാഡി? അവളെ ഉരുട്ടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ? കുഞ്ഞ് ചാപിള്ളയായാലോ? പക്ഷെ രാവിലെ എണീറ്റ് കുളിച്ച് ഈറിനൊടുത്ത് പാവം വേണ്ടല്ലേ? കുഞ്ഞ് ചാപിള്ളയായാലും കുഴപ്പമില്ല അല്ലേ? അത് പറ്റില്ല. മരിക്കും മുമ്പ് എന്നെ അപ്പൂപ്പാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു വേണം. ഞാൻ അവളോട് പറയാം. ഇതൊക്കെ പഴഞ്ചൻ വിശ്വാസങ്ങളല്ല അണ്ണാ. വിശ്വാസങ്ങൾ എപ്പോഴും വിശ്വാസമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് വലിയ വിശ്വാസമാണ്. എന്നാ ഡാഡി അവളോടൊന്ന് പറഞ്ഞാ? ഞാൻ പറയാം. രണ്ടുപേരും വിളിച്ചിട്ട് വിഷം മേടിച്ചിട്ട് വായ ഒഴിച്ചു തരാവോ? അവൾക്ക് വിളച്ചിൽ ഇത്തിരി കൂടുതലാ. ഒരു കൈ നോക്കുന്നോ? കൈ ഇപ്പൊ തന്നെ നോക്കാം.